സാർ നമസ്കാരം. നമസ്കാരം. ഒരു കാക്ക കറണ്ടടിച്ച് ചത്താൽ പോലും ഉത്തർപ്രദേശിലേക്ക് നോക്കി അയ്യോ നരേന്ദ്രമോദിയാണ് അതിന് വലിയ രീതിയിൽ ഉത്തരവാദി എന്ന് പറയുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഹിമാചൽ പ്രദേശ് കണ്ടില്ല എന്ന് നടിക്കുന്നു. മമതാ ബാനർജിയെ പിന്നെ അവര് കണ്ടില്ല എന്നേ നടിക്കുകയാണ്. രാഹുൽ ഗാന്ധി മമതാ ബാനർജി എന്ന് അടുത്തു നിന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തുള്ളൽ വരും രാഹുൽ ഗാന്ധിക്ക്. പോരാത്തതിന് അമേരിക്കയിൽ പോയി മാധ്യമ സ്വാതന്ത്ര്യം, ഇവിടെ സ്നേഹത്തിന്റെ കട തുറക്കുമ്പോ അമേരിക്കയിൽ പോയി അവിടെ അടി കൂടുകയാണ്, ഒരു കൊച്ചു പിള്ളേർ അടി കൂടുന്നത് പോലെ രാഹുൽ ഗാന്ധി. അതൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ആണോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വല്ലതും നടന്നിരുന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും പുകിലെന്ന് സാറിന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ശരി, മമതാ ബാനർജിയെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു, ഞങ്ങളത് വിട്ടു. ഇപ്പൊ ഹിമാചൽ പ്രദേശിൽ നിന്ന് ഒരു വാർത്ത വരുന്നുണ്ടല്ലോ, അത് നിങ്ങൾ എന്തുകൊണ്ടാണ് കണ്ടില്ല എന്ന് നടിക്കുന്നത്? ഉത്തർപ്രദേശിൽ നിന്ന് സമാനമായിട്ടുള്ള വാർത്ത വന്നപ്പോൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ യോഗി ആദിത്യനാഥിനെതിരെ വാളെടുത്ത് തുള്ളിയതാണ്. യുവമാരെല്ലാം കൂടെ പന്തം കൊളുത്തി പ്രകടനം നടത്തിയതാണ് റോഡിൽ ഇറങ്ങിക്കൊണ്ട്. അപ്പൊ യുവമാർക്ക് നാണം എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇനി ആ വാർത്ത എന്താണെന്ന് പറഞ്ഞുതരാം. ഹിമാചൽ കോൺഗ്രസ് മിനിസ്റ്റർ വിക്രമാദിത്യ സിംഗ് അനൗൺസസ് ദാറ്റ് all restaurants, food outlets will have to display owners identification. അതായത് ഹിമാചലിലെ കോൺഗ്രസ് മിനിസ്റ്റർ ആയിട്ടുള്ള അവിടെയുള്ള വിക്രമാദിത്യ സിംഗ് പറഞ്ഞിരിക്കുകയാണ്, എല്ലാ കച്ചവടക്കാരും അവരുടെ ഓണറുടെ ഐഡന്റിഫിക്കേഷൻ എന്താണ് കച്ചവട സ്ഥാപനത്തിന്റെ മുമ്പിൽ ബോർഡിൽ എഴുതി വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ സാധനം കൻവാർ യാത്രയിൽ യോഗി ആദിത്യനാഥ് പറയുമ്പോൾ മതം തെളിയിക്കാനായിട്ട് യോഗി ആദിത്യനാഥ് കളിക്കുന്നു എന്ന് പറയുന്ന ഇവിടെയുള്ള സകല മാധ്യമ പ്രവർത്തകനും എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. ആക്ച്വലി ഇത് സംഘ് പ്രൊഫൈലുകളിൽ യോഗി മാജിക് അക്രോസ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് ആക്ച്വലി വാഴ്ത്തി പാടുന്നത്. സാറിന് ഇതിലുള്ള ഒരു ടേക്ക് എന്താണ്? ഈ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് BJP-യെക്കാട്ടിൽ വലിയ ഹിന്ദുത്വവാദികളാണ്. ഈയിടയ്ക്ക് അവിടെ ഒരു പള്ളിയൊക്കെ പൊളിക്കാനായിട്ട് അവിടുത്തെ സർക്കാർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്ന് അവസാനം അവിടെയുള്ള ആ മസ്ജിദിന്റെ കെട്ടിയ ആൾക്കാർ തന്നെ പറഞ്ഞു, അയ്യോ ഞങ്ങളൊന്നും ചെയ്യല്ലേ, ഞങ്ങൾ തന്നെ പൊളിച്ചോളാം, അത് അനധികൃതമായിട്ട് പണിത പള്ളിയാണെന്ന്. അതേസമയം ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ സാറൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഇപ്പോ നമ്മുടെ തെരുവിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല, സുഡാപ്പികൾ അങ്ങോളം ഇങ്ങോളം മുണ്ടില്ലാതെ ആടിയാണ്. അതാണ് ഈ വിക്രമാദിത്യ സിംഗ് എന്ന് പറഞ്ഞ ചെറിയൊരാളല്ല. പണ്ടത്തെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ലേ വീരഭദ്ര സിംഗ്, അദ്ദേഹത്തിന്റെ മോനാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയാൻ പറ്റില്ല ഇദ്ദേഹം ചെറിയ മന്ത്രിയാണ്, അവിടുത്തെ മുഖ്യമന്ത്രി ആവേണ്ട ആളാണ്, പക്ഷേ ഈ പ്രാവശ്യം ആയില്ലാണ്. അടുത്ത പ്രാവശ്യം പോസിബിൾ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി തന്നെയാവും. പക്ഷെ നമുക്കറിയേണ്ടത് ഇതെന്തിനാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഇത് ഈ പറഞ്ഞ മാതിരി ഉത്തർപ്രദേശിൽ ചെയ്തപ്പോൾ അന്ന് അവിടുത്തെ ആൾക്കാരെല്ലാം കൂടി സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ്സുകാരും എല്ലാവരും കൂടി പറഞ്ഞ് അവസാനം അവർ സുപ്രീം കോടതിയിൽ പോയി ഒരു സ്റ്റേ ഓർഡറൊക്കെ വാങ്ങിച്ചിട്ടു. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഈ വിക്രമാദിത്യ സിംഗ് കൊടുത്ത ഈ ഓർഡർ എന്തിനാണ് കൊടുത്തത്, അവിടുത്തെ ഈ റീസൺ എന്താണ്, ഇതിന് റീസണിങ് ഉണ്ടാവണം, ഏത് ഓർഡർ പാസ് ചെയ്താൽ റീസണിങ് ഉണ്ടാവണം. അപ്പോൾ പറഞ്ഞിരിക്കണ ഈ ഹോക്കേഴ്സ് ഈ പുറത്തുനിന്ന് വന്ന് സാധനങ്ങൾ ഈ പറഞ്ഞ മാതിരി എവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു, എവിടെ ഹിമാചലിൽ, അവിടെ ഈ തീർത്ഥയാത്രത്തിന് പോകുന്ന സമയത്താണ് ഇവർ മാക്സിമം ക്രൗഡ് കിട്ടുക ഇവർക്ക്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും കണ്ടിരുന്നു, അവിടുത്തെ ഒരു ഷിംലയിൽ തന്നെ ഒരു ഏരിയയിൽ റെയ്ഡ് ചെയ്തപ്പോൾ പോലീസുകാർ 143 ഈ റോഡ് സൈഡ് സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരെ പിടിച്ചപ്പോൾ അവരുടെ കയ്യിൽ ഒരു ഐഡിയ ഇല്ല. നമ്മുടെ നാട്ടിൽ ഒരു ഐഡിയ ഇല്ലാണ്ട് ഒറ്റൊന്നും ഇറങ്ങില്ല. ഏതെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും, ഒരു ഡ്രൈവിംഗ് ലൈസൻസോ ഒരു ആധാർ കാർഡോ എന്തെങ്കിലും ഉണ്ടാവാണ്ടിരിക്കില്ല. വോട്ടർ ID പിന്നെ പോക്കറ്റിലിട്ട് നടക്കില്ല ആൾക്കാർ. പക്ഷെ ഈ രണ്ടിലേതെങ്കിലും ഒന്നും ഉണ്ടാവും. പക്ഷെ ഈ 143 പേരെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസുകാർ കൊണ്ട് പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിലിട്ടു. നമുക്ക് അവരുടെ കയ്യിൽ ഒറ്റ ഐഡിയ ഇല്ല, ഇവരെവിടുന്നാ വന്നേ, അവന്റെ പേരെന്താണെന്ന് തന്നെ പറയണത് സത്യമാണെന്നില്ല. അപ്പോൾ ഓബ്വിയസ്ലി ഇവർ എവിടുന്നോ ബംഗ്ലാദേശിൽ നിന്ന് എവിടുന്ന് കയറി വന്ന പാർട്ടികളാണെന്ന് ക്ലിയർ ആയി. അപ്പോൾ ഈ പ്രശ്നം വരാൻ കാരണം ധനുഷ് സർപ്രൈസ് ആവും. ഈ ഓർഡർ കൊടുക്കാൻ കാരണം എന്താ അറിയാം, തിരുപ്പതിയിലെ ലഡുവിന്റെ മാതിരി എവിടെയും ഇവരെന്തെങ്കിലും വിറ്റ് വല്ലതും ഇത് മിക്സ് ചെയ്താലോ ഭക്ഷണത്തില് അവിടെ അടി. വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് കുറെ ഉണ്ട്, പക്ഷെ നടത്തുന്ന മുഴുവൻ നോൺ വെജുകാരൻ. നമുക്കറിയാലോ, നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് തിരുപ്പതി ലഡു എഫക്റ്റ് ആണ്. പറഞ്ഞു. The food regulation orders by both Himachal and Uttar Pradesh government come in the wake of the Tirumala Tirupati Laddu row. അപ്പോൾ ആലോചിച്ച് നോക്കും. അപ്പോൾ വിക്രമാദിത്യ സിംഗ് മീറ്റിംഗ് നടത്തി പറഞ്ഞേക്കുന്നത് ഈ പറഞ്ഞ മാതിരി എല്ലാവരും ബോർഡ് ഇടണം, ഹോക്കേഴ്സിനും ഐഡന്റിറ്റി കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്, ഈ പറഞ്ഞ മാതിരി ഒരു 7 മെമ്പർ കമ്മിറ്റി ഫോം ചെയ്യാൻ പോവാണ് ഈ ഓർഡർ ഇംപ്ലിമെന്റ് ചെയ്യാൻ. അപ്പോൾ ഇത് ഫുഡ് വെൻഡേഴ്സിന് മാത്രമാണ്, അല്ലാണ്ട് ഈ ചെറിയ വേറെ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരല്ല. ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർക്കാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. അപ്പൊ തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും, ഭക്ഷണം വിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താണ് പ്രോബ്ലം ഇല്ലാത്തത്, എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യാത്തത്? ഭക്ഷണത്തിനാണ് ഇവർക്ക് പേടി, നാളെ അവിടെ ഒരു അടി ഉണ്ടാവാൻ ചാൻസ് ഇതാണ്.
അമ്പലത്തിൽ എക്സാക്ട്ലി. കയറി ആരും പ്രസാദം ഉണ്ടാക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തിരുപ്പതി മാതിരിയല്ല എല്ലാ അമ്പലങ്ങളും, തിരുമല മാതിരിയല്ല എല്ലാ അമ്പലങ്ങളും. തിരുമലയിലെ ലഡു ഉണ്ടാക്കുന്നത് വൈഷ്ണവൈറ്റ് പ്രീസ്റ്റ് ആണ്, വേറെ ആരും ഉണ്ടാക്കാൻ പാടില്ല. അത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ മാത്രമാണ് അവിടുത്തെ ലഡു ഉണ്ടാക്കുക. അതിപ്പോ ഈ പറഞ്ഞ കേരളത്തിൽ പറഞ്ഞ പോലെ അയ്യോ ഇത് ബ്രാഹ്മണന്മാരുടെ കളിയായിപ്പോയി അതായി ഇതായിരുന്നു. പക്ഷെ തിരുപ്പതിയിൽ ആരും ഇതിനെപ്പറ്റി ഒബ്ജക്റ്റ് ചെയ്യില്ല. അവരാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴല്ല, 200 കൊല്ലം തൊട്ട് അവർ, 200 അല്ല, ഓൾമോസ്റ്റ് ഒരു 300 കൊല്ലമായിപ്പോൾ അവർ തന്നെയാണ് നടത്തിക്കൊണ്ട് വരുന്നത്. അപ്പൊ അത് നമുക്ക് ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഉത്തർപ്രദേശിൽ കവറിയ യാത്രയുടെ സമയത്തും ഇതേ ഓർഡർ കൊണ്ടുവന്നപ്പോൾ ഇവർ കുഴപ്പമുണ്ടാക്കി. കാരണം വേറെ ഒന്നുമില്ല ധനുഷെ, ഒരു ഒരു തീർത്ഥയാത്ര നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം, നമ്മളവിടെ തന്നെ എടുത്താൽ നമ്മുടെ മണ്ഡലകാലം വന്നു കഴിഞ്ഞാൽ വീട്ടിലാരും നോൺ വെജ് കഴിക്കണം പരിപാടിയില്ല. ഞങ്ങളുടെ അവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ അതെ. വൈഫ് ഓൾറെഡി വെജിറ്റേറിയൻ ആണ് ആള്. പക്ഷെ ഞാനും ചിലപ്പോൾ പുറത്ത് വല്ലതും കൊണ്ടു കഴിഞ്ഞാൽ വല്ല കറി ആ സമയത്ത് വീട്ടിൽ കയറ്റില്ല, മുട്ടയില്ല, ഒന്നുമില്ല, സത്യം. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കൊരു വിശ്വാസമുണ്ട് നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിന് ആ സമയത്ത് ഈ പറഞ്ഞ മാതിരി ഒന്നും നോൺ വെജ് കഴിക്കേണ്ട എന്നുള്ളത്. അപ്പൊ ഈ തീർത്ഥയാത്രയ്ക്ക് പോകണം, അത് ചാർധാമാവാം അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ നടക്കുന്ന മാതിരി കവറിയ യാത്രയാവാം, ഇത് ആ ഇതിൽ പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ മാതിരി നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്ന് ഇവർക്കൊരു വിശ്വാസമുണ്ട്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു വിശ്വാസമുണ്ട്. നമ്മൾ വിചാരിക്കും വെറുതെ ഇങ്ങനെ, അല്ലല്ല, അവരത് വളരെ ടു ദ ടീ ഫോളോ ചെയ്യും അവർ, ആ സമ്മതിക്കാണ്ട് പറ്റില്ല അവർ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ പ്രോബ്ലം, ഈ ഓർഡർ വന്നിരിക്കുന്നത്. എന്നാൽ അവിടെ ഈ പറഞ്ഞാൽ നമുക്ക് കോയമ്പത്തൂർ ഇത് കാണും, നമുക്ക് കോയമ്പത്തൂർ കുറെ കടകളുടെ പേരുകൾ, അഫ്കോഴ്സ് അത് ഫുഡിന്റെ കട ആവണമെന്നില്ല, പക്ഷെ സാരിക്കടകളുടെ പേരൊക്കെ ഹിന്ദുക്കളുടെ പേരാണ്, പക്ഷെ നടത്തിക്കൊണ്ട് പോണതൊക്കെ വേറെ ആൾക്കാരാണ്. അതെല്ലാവർക്കും അറിയാം. അത് നമ്മുടെ നാട്ടിലും കുറെ സ്ഥലത്തുണ്ട്. പണ്ട് ഈ നോൺ വെജ് റെസ്റ്റോറൻറ്റിന് ഒരു പേരുണ്ടായിരുന്നു, മിലിറ്ററി ഹോട്ടൽ. അപ്പോൾ അത് പണ്ട് ശരി. ആൾക്കാർ മിലിറ്ററിയിൽ നിന്ന് വന്ന ആൾക്കാർ നോൺ വെജ് കഴിക്കും, അത് കാരണം മിലിറ്ററി ഹോട്ടൽ എന്നാണ് ചില ഹോട്ടലുകളുടെ പേരൊക്കെ. ഞാൻ പണ്ട് ഇത് ഈ പറഞ്ഞ, ഞാൻ പറയുമ്പോൾ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റുഡൻ്റ് ആണ്. നമ്മൾ അതിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ചോദിക്കുന്നത് എന്തിനും മിലിറ്ററി ഹോട്ടൽ എന്ന് പേരിട്ടെ. അപ്പൊ അതാണ്. പക്ഷെ നമ്മളും കാണും ഇപ്പോഴും കുറെ സ്ഥലത്ത്, നമ്മൾ നാട്ടിലും കാണും, ഇത് തമിഴ്നാട്ടിലും കാണും, പ്രൊപ്പറേറ്ററിന്റെ പേര് എഴുതിയിട്ടുണ്ടാവും മുകളിൽ, പ്രൊപ്പറേറ്റർ സെന്തിൽ ബാലാജി, യെസ് യെസ് യെസ്, കറക്റ്റ്. കുമാരവേൽ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, ബിക്കോസ് അവർ വേറെ നല്ല, അവരൊരു കോൺഫിഡൻസ് ആണ് കൊടുക്കുന്നത്. ചിലപ്പോൾ ഉണ്ടാക്കണം വേറെ ഒരു റിലീജിയൻ എന്നായിരിക്കും ഉള്ളില്, ഈ പറഞ്ഞ മാതിരി ഫുഡ് ദോശ ഉണ്ടാക്കണം വേറെ ഒരുത്തനായിരിക്കും, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ പ്രൊപ്പറേറ്ററിന്റെ പേരാണ്, ബിക്കോസ് അവനൊരു ഭസ്മക്കുറിയൊക്കെ തൊട്ട് ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന് പിന്നില് ഗണപതിയുടെ ഫോട്ടോ, ശ്രീരാമന്റെ ഫോട്ടോ ഒക്കെ വെച്ച് അഗർബത്തി എല്ലാം കത്തിച്ച് വിളക്കെല്ലാം കത്തിച്ച് കാലത്ത് ഐശ്വര്യമായിട്ടോണ്ടിരിക്കുന്ന ആളെ. പക്ഷെ ഇത് ഉത്തർപ്രദേശിലും ഈ പറഞ്ഞ മാതിരി ഹിമാചൽ പ്രദേശിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതാണ് ഈ ഓർഡർ കൊണ്ടുവരാൻ കാരണം. ഇതിനു മുമ്പ് കൊണ്ടുവന്ന ഓർഡറിൽ ഇവർ പറഞ്ഞു നിങ്ങൾ സ്റ്റാഫിന്റെ പേരും എഴുതണം എന്ന് പറഞ്ഞു. അത് കുറച്ച് കൂടുതലായി പോയി. സ്റ്റാഫ് ഇപ്പൊ ഇന്ന് വർക്ക് ചെയ്യും, നാളെ അവൻ പോവും ചിലപ്പോ. ഈ പറഞ്ഞ അങ്ങനത്തെ ഒരു സ്റ്റേബിൾ ജോബ് അല്ല, ജോലിയല്ല. പക്ഷെ ഇതേമാതിരി ഇതാണ്, ആരാണ് ഇത് ഉണ്ടാക്കണേ? നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടു ബിരിയാണിയിൽ തുപ്പും, അത് അങ്ങനെയാണ് ശരിക്ക് ബിരിയാണി ഉണ്ടാവുക എന്ന് പറയണത് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ ഊതണം, അതിലേക്ക് ഊതിയാലേ അതിനൊരു ഇത് കിട്ടുള്ളൂ, എന്താ പറയുക, ഒരു ശരിക്കുള്ള ഫുഡ് ആവുള്ളൂ എന്നുള്ള കാര്യം അവര് പറഞ്ഞു. അവർ വിശ്വസിക്കുന്നത്, അത് അവരുടെ ലോജിക്ക്. പിന്നെ അവിടെ കയറി കഴിക്കണം, കഴിച്ചോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. നമ്മുടെ ഹിന്ദുക്കളുടെ ഇപ്പൊ ആരെങ്കിലും അങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കണം എന്ന് തോന്നി കഴിച്ചോട്ടെ. ചിലപ്പോൾ നമ്മൾ കണ്ട് കുറെ വീഡിയോകൾ കണ്ടിട്ടുണ്ട്, പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി പച്ചക്കറി തുപ്പുക അല്ലെങ്കിൽ ഫ്രൂട്ട്സ് തുപ്പുക, അതൊക്കെ ഉണ്ട്. അത് ഒരു ഈ പറഞ്ഞ മാതിരി നടക്കുന്ന അറിയുമ്പോൾ എല്ലാവരും ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത്. അത് ഞാൻ ചോദിക്കാൻ കാരണം, നമ്മുടെ അവിടുത്തെ VD സതീശനും K സുധാകരനും ഈ പറഞ്ഞ മാതിരി ഉത്തർപ്രദേശിൽ ഒരു കാക്ക ചത്താലും മോദിയെ തെറി വിളിക്കും, യോഗി ആദിത്യനാഥ് തെറി വിളിക്കുന്ന ആൾക്കാര് എന്താണ് ഇതിനെപ്പറ്റി ഒന്നും പറയാത്തത്? എന്താണ് നാളെ ഡിമാൻഡ് ചെയ്യാത്ത? കേരളത്തിൽ ഞങ്ങൾക്ക് ഇത് വേണം പറയോ? ധൈര്യമുണ്ടോ ഇവർക്ക്? ഞാൻ ചോദിക്കട്ടെ, ധൈര്യമുണ്ടോ? അപ്പൊ പറയാം അത് ഹിമാചൽ പ്രദേശ് വേറെ സ്ഥലം, അതെവിടെയോ മുകളിൽ കിടക്കുന്നുണ്ട്. ഹിമാചലിൽ ഒരു പള്ളി പൊളിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ് സർക്കാരാണ് പൊളിക്കാൻ എന്റെ ഫ്രണ്ട് ചെയ്യുന്നത്. സാറ്, നമ്മൾ ഇതിന് മുമ്പ് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ ഹിമാചലിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് വന്ന് കമന്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ ഹിമാചലിലാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, യഥാർത്ഥത്തിൽ ഇവിടെ BJP അല്ല, ഏറ്റവും വലിയ ഹിന്ദുത്വവാദികൾ കോൺഗ്രസ് ആണ്. BJP-യെക്കാട്ടിൽ ശക്തമായിട്ടാണ് കോൺഗ്രസ് ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രീയം വഹിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ആക്ച്വലി അതാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം, നമുക്ക് വിക്രമാദിത്യ സിംഗ് എന്ന് പറഞ്ഞ ചെറിയ ഒരാളല്ല. ഇയാള് കുറച്ചു കാലം മുമ്പ് റിസൈൻ ചെയ്യാൻ പോയതാണ് ക്യാബിനറ്റിന്. ഓക്കെ, ഈ പറഞ്ഞ ഈ ഓർഡർ, ഈ കൊടുത്തേക്കുന്ന ഓർഡറിന് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ചോദ്യം ചെയ്യണം കേരളത്തിൽ. ഇതെന്താണ് അവിടെ മാത്രം നടക്കുന്നത്, എന്താ എവിടെ നടക്കാത്തത്? കേരളത്തിലും ഈ ഓർഡർ കൊടുന്നൂടെ? കർണാടകത്തിൽ ഈ ഓർഡർ കൊടുന്നൂടെ? കോൺഗ്രസിന്റെ എന്താ പറയാത്ത? കോൺഗ്രസ് എന്താ മിണ്ടാത്തതിനെ പറ്റിയിട്ട്?
അതാ ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസ് ഇതിനെ പറ്റി മിണ്ടുന്നില്ല. അതേസമയത്ത് യു പിയിലോ ബീഹാറിലോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ ഛത്തീസ്ഗഡിലോ വന്നു കഴിഞ്ഞാൽ എന്റെ ദൈവം, അല്ലെങ്കിൽ ഈവൻ മഹാരാഷ്ട്രയിൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ റോട്ടിൽ തെരുവിലിറങ്ങി അവർ പ്രൊട്ടസ്റ്റ് ചെയ്യും. ഇത് കണ്ട ഹിന്ദുത്വ കമ്മ്യൂണൽ അജണ്ട എന്ന്. ഈ പറഞ്ഞ പള്ളിയുടെ പരിപാടി വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരു പള്ളി പൊളിച്ചു എന്ന് പ്രൂഫ് കാണിക്കാൻ പറ്റും? ഇതേമാതിരി അത്ര പ്രഷറായിരുന്നു അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാരുടെ മേലെ. ബിക്കോസ് അവര് 200-300 അടി എൻക്രോച്ച് ചെയ്തിട്ടാണ് പിന്നെ പള്ളിയുടെ എക്സ്റ്റൻഷൻ പണിത്. പള്ളി പൊളിക്കുക മാത്രമല്ല 50 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. അതാണ് പറഞ്ഞത്. പക്ഷെ അതിനെ പറ്റിയൊന്നും ആരും മിണ്ടില്ല. അതാണ് എന്നുള്ളത്. ഈ പറഞ്ഞ മാതിരി എന്താണ് ഇത് ചെയ്യാത്തത് നമ്മൾ മിണ്ടിയനെ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ഇപ്പൊ രാജസ്ഥാൻ BJP ഭരിക്കുന്നതുകൊണ്ട് അവിടെ വല്ലതും ആണ് നടന്നെങ്കിൽ മിണ്ടിയൻ, അല്ലാത്തപ്പം മിണ്ടില്ല, ചത്തതുപോലെ കിടക്കും. അതാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഒരു കമ്മ്യൂണിറ്റി ഒരു സ്റ്റേറ്റിൽ നടക്കുമ്പോൾ ഒരു ഓർഡറാണ്, പിന്നെ ഒരു സ്റ്റേറ്റിൽ നടക്കുമ്പോൾ വേറൊരു രീതിയാണ് ഇവർക്കുള്ള ഒരു എന്താ പറയാ ജസ്റ്റിഫിക്കേഷൻ ഇല്ല അവർക്ക് ഒന്നിനും. ഇവരൊന്നിനും നേരെ പോകുന്ന പരിപാടി ഇല്ല അവർക്ക്. ഇവര് ഓരോ വളഞ്ഞു പോകും, അത് മാത്രമേ ഉള്ളൂ. അതാണ് ഓരോ ഇവർക്ക്. ഞാൻ അതാ ചോദിക്കുന്നത്, വേറെ ഒന്നും വേണ്ട. ശരി, നമുക്ക് ഉത്തർപ്രദേശ് പള്ളി പൊളിഞ്ഞു. രാഹുൽ ഗാന്ധി അതിനെ പറ്റി ട്വീറ്റ് ചെയ്തു, ഞങ്ങൾ ഇതിന്റെ വിരുദ്ധാണ്, ഞങ്ങൾ ഈ പള്ളി പൊളിക്കലിന്റെ വിരുദ്ധാണ്, ഞങ്ങൾ ഈ പേരുകൾ കടയുടെ മുമ്പിൽ പേരുകൾ എഴുതുന്നതിന് മിണ്ടില്ല അതിനെ പറ്റിയിട്ട്. പക്ഷെ അതേസമയം വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പം അത് കുഴപ്പമുണ്ടാക്കും. ഇതിനൊരു ലോജിക് ഉണ്ട്. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്താൽ ഇത് പേരിടാൻ കാരണമുണ്ട്. അതൊരു റിലീജിയസ് ഇതാണ്. ഒരു ആള് കടയുടെ മുമ്പിൽ കൂടെ നടന്നു പോകും. നമുക്കൊരു KFC-യിൽ കയറുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ വെജും നോൺ വെജും രണ്ടും ഉണ്ടാക്കും. അപ്പൊ നമുക്കൊരു ചോയ്സ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ ചിലപ്പോൾ എഴുതി വെച്ചാൽ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ. അപ്പൊ നമുക്ക് തോന്നുക ശരി, ഉടുപ്പി പ്യുവർ വെജിറ്റേറിയൻ, നമുക്ക് അവിടെ കയറാം. വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർ അവിടെ കയറാം. നമുക്ക് ചില സ്ഥലത്ത് ജെയിൻ ഫുഡ് എന്ന് പറയും, നമ്മൾ കാണാം, അത് നല്ല പോപ്പുലർ ആണ്. അത് ജെയിൻ ഫുഡ്. അവർ ഉള്ളിയും അവര് ഇതൊന്നും വെളുത്തുള്ളിയൊന്നും കഴിക്കാത്ത ആൾക്കാരാണ്. അവർക്ക് ജെയിൻ ഫുഡ് കിട്ടും. ഇവൻ ഫ്ലൈറ്റിൽ കിട്ടും. നമുക്ക് ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ജെയിൻ ഫുഡ് കിട്ടും. സാത്വിക് ഫുഡ് ഉണ്ട്. സാത്വിക് ഫുഡ് അത് വേറൊരു രീതിയാണ് കുക്കിങ്ങിന്റെ. അത് ഇസ്കോണും ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സാത്വിക് സിസ്റ്റം ഉണ്ട്. ഹൈദരാബാദിൽ 2-3 വലിയ റെസ്റ്റോറന്റ് ഉണ്ട്, സാത്വിക് റെസ്റ്റോറൻറ്റ്സ്. ഈ പറഞ്ഞ മാതിരി നമുക്ക് നമ്മുടെ ഒരു ഫുഡാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്താ പറയുക, സൈക്കിൾ വിൽക്കുന്ന കടയോ മോട്ടോർ സൈക്കിൾ വിൽക്കുന്ന കടയോ അല്ലെങ്കിൽ പറഞ്ഞ മാതിരി വല്ല പാത്രങ്ങൾ വിൽക്കുന്ന കടയുടെ ഓർഡർ അല്ല അത്. ഇത് വെറും ഫുഡ് വിൽക്കുന്ന കടകൾക്ക് മാത്രമാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം റെസ്റ്റോറന്റ് നടത്തുന്ന ആൾക്കാർക്കാണ് ഈ ഓർഡർ ബാധകമാവുക. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കേണ്ടത് കോൺഗ്രസ്സുകാർക്ക് ഇതേ പോളിസി കർണാടകത്തിൽ ഫോളോ ചെയ്യണം. BJP-കാർ പറയണത് നിങ്ങൾ ഉത്തർപ്രദേശ് ചെയ്തപ്പോൾ നിങ്ങൾ കുഴപ്പമുണ്ടാക്കിയതല്ല, നിങ്ങൾ ഇതേ പോളിസി എന്താണ് കർണാടകത്തിൽ ഫോളോ ചെയ്യാത്തത്? ഇപ്പൊ മൈസൂർ ഇത് വരുന്നുണ്ട്, ദസറ വരുന്നുണ്ട്. ദസറയുടെ സമയത്ത് നമുക്ക് അവിടെ ഈ പറഞ്ഞ എല്ലാ ഹോക്കേഴ്സ് എവിടുന്ന് വന്ന ആൾക്കാരായാലും അവർക്ക് ഐഡന്റിറ്റി കാർഡ് കൊടുക്കും. ഞാൻ പറഞ്ഞു ധനുഷ്, നമ്മുടെ അവിടെ ഓണം വന്നു. ഓണം വന്നപ്പോൾ നമുക്ക് ഓണത്തിന് ഒരാഴ്ച മുമ്പ് നമുക്കറിയാം അവിടെ തെരുവിൽ ഈ ടീഷർട്ടും ഈ പറഞ്ഞ മാതിരി ഓരോരുത്തരം പാന്റും ഡ്രസ്സുകൾ കുറെ നോർത്ത് ഇന്ത്യൻ പയ്യന്മാർ വന്ന് വിൽക്കുന്നുണ്ടാവും. നോർത്ത് ഇന്ത്യൻ ബംഗാളികൾ ഇവരൊക്കെ. ഇവരെ ആരെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇവരാരാ ഇവിടെ ചെക്ക് ചെയ്തിട്ട്? ഇതാണ് പറയുന്നത്. അപ്പൊ പറയും, ഓ എന്താ എന്താ എന്ത് തൊഴിലാളിയാണ് ഇവര്? നമ്മുടെ അതിഥി തൊഴിലാളി. ഓഹോ, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഉത്തർപ്രദേശിലും ഹിമാചൽ പ്രദേശിലും അവരെന്തിനാ ഇവരെ നിർത്തിയത്? അവരെന്തിനാണ് ഇവരെ തിരിച്ചു പറഞ്ഞയച്ചത്? റോഹിംഗ്യാസിനൊക്കെ അവരെന്താണ് വെസ്റ്റ് ബംഗാളിൽ വന്ന മുസ്ലിംസിനെ തിരിച്ചു പറഞ്ഞയച്ചത്? ഇത് കോൺഗ്രസ് ഗവൺമെന്റിലൂടെ ഭരിക്കുന്ന അവിടെ. അപ്പൊ അവിടത്തെ ഒരു രീതി, ഇവിടെ വേറൊരു രീതി. എവിടെ വേറൊരു റൂള് പറയും, അവിടെ പറയുമ്പോൾ വേറൊരു റൂള് പറയും. ഹിന്ദുത്വ ഇതിനെക്കാട്ടും ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ മാതിരി കട്ടർ ഹിന്ദു എന്ന് പറയും ഇന്ത്യയിൽ. ദാറ്റ് ഇസ് ഹാർഡ് കോർ ഹിന്ദു. എനിക്ക് ചിലപ്പോൾ സംശയം തോന്നുന്നു കോൺഗ്രസ്സുകാരാ തോന്നും BJP-ക്കാരെ കണ്ടു. BJP പറഞ്ഞു നടക്കുന്നുണ്ട്. BJP പറയുന്നത് സെക്യുലർ ആവണം. ഞാൻ സാറിനോട് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ കേരളത്തിലെ സംഖ്യകൾ എന്ന് വിളിക്കുന്ന ആൾക്കാര് മനസ്സിൽ ഭയങ്കര വർഗീയത ജാതീയതയൊക്കെ പേറുന്ന ആൾക്കാരെന്നാണ് പൊതുവെ പറഞ്ഞു വെക്കാറുള്ളത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ കാട്ടിലും വലിയ ജാതീയവാദികളും വർഗീയവാദികളും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് പച്ചയായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. അത് അവരുടെ കുടുംബത്തിലോട്ടൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. കുടുംബത്തിലെ സ്ത്രീകളെ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി. ഇവിടെ പല ആൾക്കാരെയും കുലസ്ത്രീകൾ എന്നൊക്കെ പറയുമെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഭാര്യമാരിലോട്ട് നമ്മളൊന്ന് ഓടിച്ചാൽ മാത്രം മതി. മനസ്സിലായില്ലേ? അവരുടെ മക്കളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ അണികളുടെ മക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇതൊക്കെ ഒന്ന് നമ്മൾ നോക്കിയാൽ മതി. അതൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. തലയിൽ മുണ്ടിട്ടാണ് രാത്രി അമ്പലത്തിനുള്ളിൽ പോണത്. നമുക്കറിയാം പോലെ കമ്മ്യൂണിസ്റ്റ് ചെയ്യണത്. പക്ഷെ പുറത്ത് വന്ന് ഹിന്ദുക്കൾ തെറി വിളിക്കും. ഹിന്ദു ആചാരങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ല, ഞങ്ങളത്. പക്ഷെ അതേ സമയത്ത്
ശബരിമലയിലെ ബോർഡ് മെമ്പർ ആയിട്ട് കയറിയിരിക്കും, അതിന് കുഴപ്പമില്ല കേട്ടോ. കൂടൽ മാണിക്യത്ത് കയറിയിരിക്കും, ഗുരുവായൂർ ദേവസ്ഥത്തിൽ കയറിയിരിക്കും. എന്താണ് നിങ്ങൾക്ക് ദൈവവിശ്വാസത്തിൽ നിങ്ങൾ എങ്ങനെ കയറിയിരിക്കുന്ന അവിടെ? ഇതാണ് ചോദിക്കാനുള്ളത്. അപ്പൊ ഇതൊരു ബിഗർ ഇഷ്യൂ ആണ് ധനുഷ്. ഇതിനെപ്പറ്റി ഡെഫിനറ്റ് ആയിട്ട് ഈ പറഞ്ഞ മാതിരി ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് കോൺഗ്രസ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, അത് കോൺഗ്രസ് എക്സ്പ്ലെയിൻ ചെയ്യാനും പോകുന്നില്ല സാറിന്. അത് ഇനി അത് അവരുടെ വായിന്ന് സാറിന് ഒരിക്കലും കേൾക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് മിണ്ടാനും പോകുന്നില്ല. അത് ഞാൻ എഴുതി തരാം ഈ രണ്ട് കാര്യവും. കാരണം അവര് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരു കാക്കക്കറണ്ടടിച്ച് ചത്താൽ മാത്രമേ അവര് പ്രതികരിക്കാൻ പോകുള്ളൂ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഹിമാചൽ പ്രദേശിലെ ഈ ഒരു വലിയ വാർത്തയാണ്. അതായത് യോഗി ആദിത്യനാഥ് ചെയ്ത അതേ സംഭവം തന്നെ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസും ചെയ്യാൻ പോകുന്നു എന്നുള്ളത് വലിയ വാർത്തയാണ്. അത് പോരാഞ്ഞിട്ട് കോൺഗ്രസ് അവിടെ വലിയ ഹിന്ദുത്വ രാഷ്ട്രീയം പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയൊന്നും ഇത് കണ്ട മട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വേറൊരു കാര്യം. വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ അലയൊലികൾ ഹിമാചൽ പ്രദേശിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ആർക്കും വേണ്ട. യോഗി മാജിക് അക്രോസ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. യോഗി ആദിത്യനാഥ് എന്ത് തുടങ്ങുന്നു അത് പിന്നീട് ബാക്കിയുള്ള സംസ്ഥാനത്തുള്ള ആൾക്കാരെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് യോഗി ആദിത്യനാഥിനെ കുറ്റം പറയുകയും ചെയ്യും. അതാണ് നമ്മുടെ ഇന്ത്യയുടെ നിലവിലത്തെ ഒരു പോക്ക് എന്ന് പറയുന്നത്. എന്തായാലും താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ വർക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.